കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ നിലനിൽക്കുന്ന പടലപ്പിണക്കങ്ങൾ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ ബാധിക്കാതിരിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് നിർണായകമായൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു കോർ കമ്മിറ്റിക്ക് രൂപം നൽകിയിരിക്കുന്നത്. 17 അംഗങ്ങളുള്ള കോർ കമ്മിറ്റിയെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ആയിരിക്കും നയിക്കുക. ഈ കോർ കമ്മിറ്റിയിൽ KPCC അധ്യക്ഷൻ, 3 വർക്കിംഗ് പ്രസിഡന്റുമാർ, അതോടൊപ്പം മുൻ KPCC അധ്യക്ഷന്മാർ, അതിനു പുറമെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ, 3 പ്രവർത്തക സമിതി അംഗങ്ങൾ എന്നിവരായിരിക്കും ഈ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അവരായിരിക്കും സ്ഥാനാർത്ഥി നിർണയവും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പിൻ്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കലും അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുക. മുതിർന്ന നേതാക്കൾ ഉൾപ്പെട്ട ഈ 17 അംഗ സമിതിയായിരിക്കും ഇങ്ങനെയൊരു കോർ കമ്മിറ്റിയെ നിയോഗിച്ചതിലൂടെ മുതിർന്ന നേതാക്കൾക്കിടയിൽ ഉൾപ്പെടെ നിലനിന്നിരുന്ന അതൃപ്തിക്കും അഭിപ്രായ ഭിന്നതയ്ക്കും പരിഹാരം കാണാൻ കഴിയുമെന്നൊരു വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം. ഇങ്ങനെയൊരു കോർ കമ്മിറ്റിക്ക് രൂപം നൽകുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് അടിയന്തരമായി സംസ്ഥാനത്തെ എല്ലാ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. അവിടെ നേതാക്കൾ അവർക്കിടയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് വിശദമായി തന്നെ ഹൈക്കമാൻഡ് നേതൃത്വത്തോട്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളോട് കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും മനസ്സ് തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇനിയും ഇങ്ങനെ മുമ്പോട്ട് പോയാൽ അത് ഉണ്ടാക്കാനിടയുള്ള പ്രശ്നങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് അടിയന്തരമായ ഒരു ഇടപെടൽ എന്ന വണ്ണം ഈ കോർ കമ്മിറ്റിക്ക് രൂപം നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ കോർ കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ എങ്ങനെയായിരിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തേക്കും. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അടിയന്തരമായി ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്.